ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് ഈ ബെയർ മാർക്കറ്റിൽ എല്ലാവരും പറയും ട്രേഡ് ചെയ്യേണ്ട, ട്രേഡ് ചെയ്ത് മാറിയിരിക്കുന്നൊക്കെ നമ്മൾ പറയും, എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഈ ബെയർ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ടെക്നിക്കൽ സൈഡാണ് പറയുന്നത്. പക്ഷേ ഈ പാറ്റേൺസ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ താങ്കളുടെ ട്രേഡിംഗ് ലൈഫിൽ വലിയ വ്യത്യാസം വരുത്താൻ ഈ പാറ്റേൺ കൊണ്ട് സാധിക്കും. ബെയർ മാർക്കറ്റ് എന്നല്ല, ഏത് മാർക്കറ്റിലും ഈ പാറ്റേൺ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ ട്രേഡിംഗ് ലൈഫിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ക്രിട്ടിക്കലാകുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാറ്റേൺസിനെ കുറിച്ചാണ് പറയുന്നത്. അത് 3 മാസം 4 മാസം മുൻപിലുള്ള കാര്യങ്ങളാണ് പാറ്റേൺ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. പാറ്റേൺസ് കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനത്തെ പാറ്റേൺ താങ്കളുടെ വാച്ച് ലിസ്റ്റിലെ സ്റ്റോക്കിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല ഏതെങ്കിലും സ്റ്റോക്കിൽ താങ്കൾക്ക് പോയി ഇങ്ങനത്തെ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ പാറ്റേൺസിനെ ഒന്ന് പിന്തുടരുക. ആ പാറ്റേൺസിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചാൽ താങ്കൾക്ക് വലിയൊരു ലേണിംഗ് ലെസനായിട്ട് തീർച്ചയായും ഇത് ഭാവിയിൽ വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പാറ്റേൺസിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5 days ട്രേഡ്, എൻട്രിയും എക്സിറ്റും വിത്തിൻ 5 days ഉള്ള കൺസെപ്റ്റിലുള്ള ട്രേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെഷനാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ 3 ചാർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചാർട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മേളിൽ സ്റ്റോക്കും താഴെ നിഫ്റ്റിയുമാണ്. എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ നോക്കിയ സെപ്റ്റംബർ 24, 2024 വെനസ്ഡേ 4-ാം തീയതി ആ ലെവലിൽ തന്നെയാണ് നിഫ്റ്റിയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും സ്റ്റോക്കും ഒരേപോലെ കയറി. നിഫ്റ്റി കയറി, സ്റ്റോക്കും കയറി. സ്റ്റോക്ക് കയറിയ ശേഷം നിഫ്റ്റി കയറിയതിന് ശേഷം നിഫ്റ്റിയും സ്റ്റോക്കും ഏകദേശം ഒരേപോലെ ബിഹേവ് ചെയ്തിട്ട് നിഫ്റ്റി പിന്നീടാണ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് മാറുന്നത്. നിഫ്റ്റി പിന്നെന്താ സംഭവിച്ചത്? ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് താഴെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് ഇവിടം മുതൽ ഇവിടം വരെ സ്റ്റോക്ക് ഒരു ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്തിരുന്നു എങ്കിൽ സ്റ്റോക്കിലെ ട്രെൻഡ് ലൈൻ ആംഗിൾ വ്യത്യാസം വന്നു. ആംഗിൾ വ്യത്യാസം വരുമ്പോൾ ആംഗിൾ കുറച്ചുകൂടെ 90 ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ, 90 ഡിഗ്രിയുടെ സൈഡിലേക്ക് മാറുമ്പോൾ സ്റ്റോക്കിലുള്ള മൊമെൻറ്റത്തിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. എപ്പോഴും മൊമെൻറ്റം സ്ട്രെങ്ത് കൂടുമ്പോൾ സ്റ്റോക്ക് റിട്ടേൺ തരാനുള്ള സാധ്യതകളും കൂടുതലാണ്. സ്റ്റോക്ക് പുതിയ ട്രെൻഡ് ലൈനിൽ സ്റ്റോക്ക് കയറിയതിന് ശേഷം സ്റ്റോക്കിൽ എന്താ സംഭവിച്ചാൽ സ്റ്റോക്ക് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. ആ ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാളിംഗ് വെഡ്ജ് എന്ന് പറയാൻ പറ്റും. എൻ്റെ പറയുന്ന പേര് ഫാളിംഗ് വെഡ്ജ് എന്നാണ് പറയുന്നത്. ഫാളിംഗ് വെഡ്ജിൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടിരുന്നത്. ഹയർ ഹൈയിൽ നിന്നും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ഹൈയും ഹയർ ലോസും കൂടി ചേർന്ന് റേഞ്ച് കോൺട്രാക്ഷൻ വന്നു. റേഞ്ചിൽ കോൺട്രാക്ഷൻ വന്നിട്ട് സ്റ്റോക്ക് ഒരു ബ്യൂട്ടിഫുൾ ബ്രേക്ക് ഔട്ട് കൊടുത്ത സമയത്ത് നിഫ്റ്റി കംപ്ലീറ്റ് ബെയറിഷ്നെസ്സിലേക്ക് പോയി. ദാറ്റ് മീൻസ് സ്റ്റോക്കും നിഫ്റ്റിയും തമ്മിൽ ഡൈവേർജൻസ് ആണ് സംഭവിച്ചത്. സ്റ്റോക്ക് മുകളിലേക്ക് പോയപ്പം നിഫ്റ്റി താഴേക്ക് പോയി. ഇതിനെ പറയുന്ന പേരാണ് സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് തരുന്ന സ്റ്റോക്കുകളുണ്ടോ ഈ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റോക്കുകൾ കിട്ടുവാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ലേണിംഗ് ലെസൺസ് ആണ് തരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് മീൻസ് സ്റ്റോക്ക് മെയിൻ ഇൻഡെക്സ് താഴെ പോകുമ്പോൾ സ്റ്റോക്കിൽ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഡൈവേർജൻസ് ആണ് സ്റ്റോക്കുമായിട്ട്. ദാറ്റ് മീൻസ് അത് കൊടുക്കുന്ന റിട്ടേൺ നോർമൽ കേസിൽ അതിന് ഹ്യൂജ് റിട്ടേൺ കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്കൽ പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അടുത്ത സ്റ്റോക്ക് ഇത് നമ്മൾ കാണിക്കുന്ന 6 ഓഗസ്റ്റ് 2024 നിഫ്റ്റിയും സ്റ്റോക്ക് വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞ സ്റ്റോക്കല്ല, വേറൊരു സ്റ്റോക്കാണ്. നിഫ്റ്റിയും സ്റ്റോക്കും ഒരേപോലെ കയറിയ ശേഷം നിഫ്റ്റി നമ്മൾ കണ്ടല്ലോ ബെയറിഷ്നെസ് താഴെ പോയപ്പോൾ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് കയറി സ്റ്റോക്ക് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് അവിടെ നിന്നും വീണ്ടും സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്തു. പിന്നെയും ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. പിന്നെയും ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു. പിന്നെയും സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്തു. പിന്നെ ഈ ഭാഗത്ത് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. പിന്നെയും ബ്രേക്ക് ഔട്ട് കൊടുത്തു. പിന്നെയും സ്റ്റോക്ക് എന്താ സംഭവിച്ചാൽ ഹയർ ലോസ് ആണ്. ഇവിടെ ഹയർ ലോ ആണ്, ഇവിടെ ഹയർ ലോ ആണ്, ഇവിടെ ഹയർ ലോ ആണ്, ഇവിടെ ഹയർ ലോ ആണ്. എത്ര കണ്ടിന്യൂസ് ഹയർ ലോ സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, സ്റ്റോക്ക് ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് ചെയ്താണ് കംപ്ലീറ്റ് കയറി പോയിരിക്കുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് കയറി സ്റ്റോക്കും നിഫ്റ്റിയും ഒരുമിച്ച് കയറി. നിഫ്റ്റി പിന്നെ നേരെ താഴത്തേക്ക് പോയപ്പോൾ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചാൽ സ്റ്റോക്കിൽ ഡൈവേർജൻസ് വന്നു. സ്റ്റോക്ക് ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ ലോസും ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് നിഫ്റ്റി താഴെ പോകുന്ന സമയത്ത്. മൂന്നാമത്തെ സ്റ്റോക്ക് ഇത് ഈ ലെവലിൽ തന്നെ നോക്കൂ എന്താ സംഭവിച്ചാൽ നിഫ്റ്റിയും സ്റ്റോക്കും ഒരേപോലെ വന്നതിന് ശേഷം നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ഡൗണിലേക്ക് വരാൻ തുടങ്ങി. സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് ചെയ്താണ് മുകളിൽ കയറിപ്പോയത്.
സോ നിഫ്റ്റി സംഭവിച്ചത് നേരെ താഴെയാണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള കൺസെപ്റ്റിന് പകരം ലോവർ ഹൈയും ലോവർ ലോയും ആണെങ്കിൽ സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള കൺസെപ്റ്റിലാണ് സ്റ്റോക്ക് കയറിപ്പോയത്. ഒരു ലെവലിലും സ്റ്റോക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ലോയെ കട്ട് ചെയ്ത് സ്റ്റോക്ക് താഴെ പോയിട്ടില്ല. അവിടെയൊക്കെ ട്രെൻഡ് സപ്പോർട്ട് ചെയ്ത് കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ടോപ്പ് ബെയറിഷ് മാർക്കറ്റിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഡേ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾക്ക് ഡേ ടൈം ഫ്രെയിം മാറിയിട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ വീക്കിലിയിൽ കണ്ടെത്താൻ സാധിച്ചാൽ കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ചാർട്ട്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും, കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺസും കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഡെയിലി മോശമാണെന്നില്ല, ഡെയിലിയും ഈക്വലി ഗുഡാണ്, വീക്കിലി കുറേ കൂടെ പവർഫുൾ ആണ്. ബിക്കോസ് വീക്കിലി ടൈം ഫ്രെയിം കുറേ കൂടെ പവർഫുൾ ആണെന്ന് നമുക്ക് അറിയാമല്ലോ ഡെയിലിയെ കണ്ട് നോക്കാൻ നേരത്തും. സോ ഇങ്ങനത്തെ ചാർട്ട്സുകളെ കണ്ടെത്താൻ ശ്രമിക്കുക, ഇങ്ങനത്തെ ചാർട്ട്സുകളെ സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. കാരണം ഇത് വലിയൊരു ലേണിംഗ് ലെസൺ തരും. ലേണിംഗ് ലെസൺ കൂടാതെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്സിനെ നല്ല രീതിയിൽ ഇത് എൻഹാൻസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഫ്രണ്ട്സ്, താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതും ഇങ്ങനത്തെ പാറ്റേൺ മനസ്സിലാക്കുക. 2, ഈ പാറ്റേൺ വർക്ക് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക. ആ പ്രൈസ് ആക്ഷൻസിൽ വർക്ക് ചെയ്യുന്ന വോളിയം കൺവേർജൻസും ഉണ്ട്, വോളിയം ഡൈവേർജൻസും ഉണ്ട്. വോളിയത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഈ 3 കാര്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ താങ്കൾക്ക് വലിയൊരു ഇൻപുട്ടായിട്ട് ഇൻസൈറ്റ് ആയിട്ട് താങ്കളുടെ ബാക്കിയുള്ള ട്രേഡിംഗ് ലൈഫിൽ തീർച്ചയായും ഇത് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.